ഇന്ന് നമ്മൾ പച്ചക്കായ് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അത് എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മൾ ഇതുപോലെ ചെയ്യുകയെന്ന് വെച്ചാൽ പത്തിരിക്കായാലും അതുപോലെ തന്നെ പുട്ടിനായാലും ചോറിനായാലും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പച്ചക്കായ് ഇത്രയും വേണമെന്നൊന്നുമില്ല. നിങ്ങളെ കയ്യിൽ എത്രയാണെന്നുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് തൊലി ഭാഗമൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഇതേപോലെ പീലർ വെച്ചിട്ട് വലിച്ചാൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ കത്തി ഉണ്ടെങ്കിൽ കത്തി കൊണ്ട് പരണ്ടി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ ചരിച്ചിട്ട് നേർങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇതുപോലെ ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട്. അതൊന്ന് അതിൻ്റെ കറഭാഗം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കറ ഒഴിവായി കിട്ടും കേട്ടോ. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പം 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളിയാണ്. ഇതിപ്പോൾ 1.5 വലിയ ഉള്ളി ഉണ്ട്. ഇപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയുള്ളിൻ്റെ കളറൊന്ന് ചെറുങ്ങനെ മാറിക്കോട്ടെ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറുവപ്പട്ട, കറാമ്പൂ, ഏലക്കായാണ് കേട്ടോ. ഒരു കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ കറുവപ്പട്ടാണ്. ഇപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറാമ്പൂവാണ്. ഒരു കറാമ്പൂവും അതുപോലെ തന്നെ ഒരു ഏലക്കായ കേട്ടോ. അധികം വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ, ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നൊന്ന് മൂത്ത് വന്നോട്ടെ. ഇപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഈ ഒരു എണ്ണൻ്റെ അകത്ത് കിടന്നിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ കേട്ടോ. ഉള്ളി നല്ലോണം ഒന്ന് ചുവന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിന്. അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൽ കുടുങ്ങിയിരിക്കുന്നു, അത് കുടുങ്ങിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ നമ്മൾ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ള് കസൂരി മെത്തിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കസൂരി മെത്തി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അതാ ഇതേപോലെ ഒന്നും കൂടി നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. ഒരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് ഉടഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ കസൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒഴിവാക്കാം കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. കുറച്ച് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് മാത്രം മതി കേട്ടോ ചിക്കന്. ഞാനിപ്പോൾ ഏകദേശം 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക.
പിന്നെ എന്നോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിന് കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ തക്കാളിൻ്റെ ഒപ്പം ഞാൻ ചേർത്ത് കൊടുത്തിന് കേട്ടോ, അത് പറയാൻ വിട്ടുപോയിക്ക്. ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കേട്ടോ, അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചൂടുവെള്ളം കേട്ടോ, നല്ല തിളച്ച വെള്ളം ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് അവിടെ നിന്ന് വെന്ത് വന്നോട്ടെ കേട്ടോ, നല്ലൊരു മസാല ആയിട്ട് മാറണം. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ, അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലായി പോണ്ട. ഇപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ നേരത്തെ പച്ചക്കായി വേവിക്കാൻ വെച്ചിന് കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മൂടി വെച്ച് എടുത്താൽ മതി, അതങ്ങ് വെന്തോളൂ. ഒരു സൈഡിൽ വെച്ച് നിന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ, ഒരു മസാല ആകുന്ന നേരം കൊണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചിക്കൻ കറിൻ്റെ ഒരു പരുവത്തിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. കുറച്ച് വെള്ളമായാലും കുഴപ്പമില്ല, നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക. മസാലക്കൂട്ട് ഈ ഒരു പച്ചക്കായിൻ്റെ അകത്തേക്ക് ആയിട്ട് വരണം, നല്ലത് ടേസ്റ്റ് വരിക. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിന് കേട്ടോ. അത് ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ, നല്ലോണം ഉടച്ചെടുത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടത്. ഉടച്ചെടുത്തിട്ട് നമുക്ക് പുട്ടിനോ പത്തിരിക്കോ എന്തിനു വേണമെങ്കിലും കഴിക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ എന്നിട്ട് ചെയ്ത് നോക്കുക, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ പുയ്ക്ക്, നമ്മളെ ചിക്കനിട്ട കായ്പുയ്ക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ പുയ്ക്ക് നിന്ന് കേട്ടോ പറയുക. അപ്പോൾ ഇതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസാക്കിയിട്ടും എടുക്കാം കേട്ടോ. ഇതാ നമ്മൾ വിളമ്പിയിട്ട് കഴിക്കാന്ന് കേട്ടോ. പുട്ടിൻ്റെ ഒപ്പരാന്ന് കേട്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ പുട്ടിൻ്റെ ഒപ്പരം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ